മനുഷ്യ ശരീരത്തിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു നെർവസ് സിസ്റ്റം ഉള്ളതുപോലെയാണ് ഒരു സ്മാർട്ട് വീടിൽ അതിൻ്റെ കൺട്രോൾ സിസ്റ്റം. വീട് പണിയുമ്പോൾ ലൈറ്റിംഗ് ഓട്ടോമേഷൻ ചെയ്യാൻ വയർഡ് വേണോ അതോ വയർലെസ് വേണോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പുതിയ വീട് വെക്കുന്നവർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള വീടിനെ റിനോവേറ്റ് ചെയ്യുമ്പോഴും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പലപ്പോഴും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പണി പൂർത്തിയായ വീട്ടിൽ ചുമരൊക്കെ പൊളിച്ചിട്ട് വീണ്ടും പണിയേണ്ട അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വയർലെസ് ആയിട്ടുള്ള സിസ്റ്റമൊക്കെ വെച്ച് റേഞ്ച് ഒന്നും കിട്ടാതെ വലിയൊരു തുക നഷ്ടപ്പെടാറുണ്ട്. ഇതൊരു ടെക്നിക്കൽ ഡിസിഷനാണ്. നമ്മൾ പുതിയതായിട്ടുള്ള ഒരു വീട് പണിയാണെങ്കിൽ എപ്പോഴും KNX അല്ലെങ്കിൽ ഡാലി പോലെയുള്ള വയർഡ് പ്രോട്ടോകോൾസ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ഡേറ്റ ട്രാൻസ്മിഷൻ ഡയറക്റ്റായിട്ട് കേബിൾ ത്രൂ ആയതുകൊണ്ട് സിഗ്നൽ ലേറ്റൻസി വളരെ കുറവായിരിക്കും. അതുപോലെ പൂർണ്ണമായ സിസ്റ്റം റിലയബിലിറ്റി നമുക്ക് ഉറപ്പാക്കാനും കഴിയും. എന്നാൽ പണി കഴിഞ്ഞൊരു വീടോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ചുമരൊക്കെ പൊളിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇത്തരം സാഹചര്യത്തിൽ റെട്രോ ഫിറ്റിംഗ് ചെയ്യുന്ന മെത്തേഡായിരിക്കും കുറച്ചുകൂടി ഉചിതം. അവിടെ വയർലെസ് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ റേഡിയോ ഫ്രീക്വൻസി അഥവാ RF സിഗ്നൽസ് വഴിയാണ് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. ഇതിൽ വീടിൻ്റെ ചുമരിൻ്റെ ഒക്കെ കനം, റൗട്ടറിൽ നിന്നുള്ള ദൂരം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് മെഷ് നെറ്റ്വർക്ക് വഴി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡാറ്റ ലോസ് ഇല്ലാതെ ലൈറ്റുകൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന സയൻസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആവശ്യത്തിനും ബഡ്ജറ്റിനും ഏറ്റവും അനുയോജ്യമായ ഒരു ലൈറ്റിംഗ് കൺട്രോൾ സിസ്റ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീടിന് വയർഡ് ആണോ അല്ലെങ്കിൽ വയർലെസ് ആണോ സ്യൂട്ട് ആവുന്നത് എന്നറിയാനും യാതൊരു സംശയം കൂടാതെ നിങ്ങൾക്കിത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കും.